ഇപ്പൊ ഒരു യുദ്ധത്തിന്റെ മുഖത്ത് നിൽക്കുകയാണ് വീണ്ടും ഇസ്രയേൽ. ഇസ്രയേൽ മാത്രമല്ല, ലോകം തീർച്ചയായിട്ടും. തന്നെ ഒരു യുദ്ധത്തിന്റെ മുഖത്ത് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ഭാരതവും ഇസ്രയേലും ആ ഒരു വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നരേന്ദ്രമോദിജി അവിടെ പോന്നതിന് ശേഷം തന്നെ യുദ്ധം തുടങ്ങി എന്നുള്ളത് നമ്മൾ ഇന്ന് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവിടെ വന്ന് അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്തൊക്കെ വളരെ വികാരപരമായിട്ടുള്ള യാത്രയപ്പൊക്കെയാണ് അദ്ദേഹത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ കൊടുത്തത്. അതേപോലെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ വന്നത് കാവി ഡ്രസ് അണിഞ്ഞുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി വിവരിക്കുന്നതും ഒക്കെ കണ്ടു. അതൊക്കെ എങ്ങനെയാണ് അഖില നോക്കിക്കണ്ടത്? ഞാനത് എന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ആ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ മോദിജി വന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആദരണീയനായ ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ വൈഫും സാറയും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാം ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാല് കാവി തരത്തിലുള്ള ഒരു കോട്ടും പാന്റും ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പം മോദിജി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ബിബി ബിബി എന്ന് വിളിച്ചിട്ടാണ് മോദിജി വരുന്നത്. അപ്പൊ നമ്മുടെ ബിബി എന്നാണല്ലോ ബെഞ്ചമിൻ നെതന്യാഹുവിനെ എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നോക്ക് നോക്ക് നീ സാറായിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അപ്പം നമ്മുടെ മോദിജിയുടെ പോക്കറ്റിൽ ചെറിയൊരു ഷോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഓറഞ്ച് കളറിൽ. സെയിം കണ്ടോ ഡ്രസ്സ് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബിബി. അയ്യോ അതെന്തൊരു ക്യൂട്ട് ഒരു മൊമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ സന്ദർശനവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ചുപോയി. വൈകാരിക നിമിഷമായിട്ടാണ് അത് തോന്നിയത്. തിരിച്ചു പോകുന്ന സമയത്ത് ശരിക്കും അതൊരു ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഹഗ് ചെയ്യാറുണ്ട്, ഉമ്മ കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ടോ? അദ്ദേഹം അത്രത്തോളം നമ്മുടെ ഭാരതത്തെയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും സ്നേഹിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു അടയാളമാണ്. വികാരഭരിതനായിട്ട് അദ്ദേഹം ഇങ്ങനെ ടാറ്റയൊക്കെ കാണിച്ചിട്ട് പോകുന്ന സമയത്ത് ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞത് ഏവരും ആഗ്രഹിക്കുന്ന വിശേഷപ്പെട്ട ഹഗ് എനിക്കും കിട്ടി എന്നാണ് പറയുന്നത്. അപ്പം മോദിജിയെ എപ്പോഴും പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നരേന്ദ്രൻ എന്ന് പറയുന്നു. ഇപ്രാവശ്യം പാർലമെന്റിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി, അദ്ദേഹം എന്റെ സുഹൃത്തല്ല എന്റെ സഹോദരനാണെന്ന്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു സഹോദര സ്ഥാനത്താണ് ഇസ്രയേൽ നിൽക്കുന്നത്. നമ്മുടെ ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ ഒരു സഹോദര ബന്ധമാണെന്ന് നമ്മൾ എപ്പോഴും ചാനലുകളിൽ കാണുന്നതാണ്. ഇവിടുത്തെ പല പാർലമെന്റിലും പിന്നെ ബിബി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യവും അങ്ങനെയാണ്. നമ്മുടെ സഹോദര രാജ്യമാണ് ഇസ്രയേലിലെ ലോക ജനത. ലോകത്തെ ഇസ്രയേൽ ജനത പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അഭയം നൽകിയ രാജ്യമാണ്. ഇപ്രാവശ്യം അത് തന്നെ പറയുകയുണ്ടായി, ലോകത്ത് ഇസ്രയേൽ ജനത പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇസ്രയേൽ ജനതയെ ഒരു വാക്കുകൊണ്ടും നോവിക്കാത്ത ഒരേ ഒരു രാജ്യം അത് ഭാരതമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഭാരതത്തിൽ ജനിച്ചു എന്നുള്ളത് എനിക്ക് എത്രത്തോളം അഭിമാനകരമാണ്. നമ്മൾ ഓരോ സംസ്കാരത്തെയും ഓരോ ജനതയും എത്രത്തോളം സ്വീകാര്യതയോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, എത്രത്തോളം നമ്മൾ അവർക്ക് നമുക്ക് നമ്മളിൽ നിന്ന് കണ്ടു പഠിക്കാൻ മറ്റുള്ള രാജ്യക്കാർക്ക് മാതൃകയാവുന്ന തരത്തിലാണ് എപ്പോഴും നമ്മുടെ ഭാരതം നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ വൈകാരിക നിമിഷമാണ്. അപ്പൊ ഈ പോകുന്ന സമയത്ത് അദ്ദേഹം ഹഗ് വാങ്ങിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും കിട്ടുന്ന ഹഗ് എനിക്കും കിട്ടി, എല്ലാവരും കൊതിക്കുന്ന ഹഗ് എനിക്കും കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഉമ്മ കൊടുക്കുന്നുണ്ട് മോദിജിക്ക്. ഇത് കാണുമ്പോൾ ഒരു ഇന്ത്യക്കാരി എന്നുള്ള നിലയിൽ എത്രത്തോളം നമ്മൾ അഭിമാനിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ പലതരത്തിലുള്ള പങ്കാളിത്തങ്ങൾ ഉണ്ട്. എപ്പോഴും ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കൂടെ നിൽക്കുന്ന രാജ്യം ഇസ്രയേലാണ്. ഇസ്രയേലിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ നിൽക്കാറുണ്ട്. നയതന്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും ആയുധപരമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇപ്പൊ AI സാങ്കേതിക വിദ്യയിലും കൃഷിയിലും ഒക്കെ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ഒരു പങ്കാളിത്തം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിട്ടാണ് ഈ മോദിജിയുടെ ഈ സന്ദർശനം വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ വരും കാലങ്ങളിൽ ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ ധാരാളം മേഖലകളിൽ വലിയ തോതിലുള്ള ഒരു പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും വളർച്ചയ്ക്ക് ഏറ്റവും മനോഹരമായ ഒരു ഉടമ്പടി ഉടലെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതിലൂടെ.